തന്നെയാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ പലതരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനടിയിൽ വന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തൊരു സത്യമാണ് ഇവർ പറയുന്നത്, എത്രമാത്രം തുറന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ആളുകളുണ്ടോ എന്നൊക്കെ പറയുന്നു. ഇവരെന്തെങ്കിലും തരത്തിലുള്ള വർഗീയത പറയുന്നുണ്ടോ, നിങ്ങളൊന്ന് പറയൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണാം അതിനടിയിൽ. അതായത് ഈ സുഡാപ്പികൾക്ക് ഇത് മനസ്സിലാവില്ല, ഇവർ പറയുന്ന വർഗീയത എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പം കേരളത്തിൽ ഇതുവരെ ഒരു മതപരമായി ചിന്തിക്കാത്ത ആളുകളെ പോലും ഈ ചർച്ച കൊണ്ട് മാത്രം മതപരമായി ചിന്തിപ്പിക്കുന്ന ആളുകളാണ് ഇവർ. അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പം അവിടെയുള്ള മറ്റു മാധ്യമപ്രവർത്തകർ ഞാനൊന്നും പറയുന്നില്ല, അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നവർ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിക്കകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങൾ പലതുണ്ട്, ഒളിച്ചു കടത്തലുകളാണ് പലതും. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ണി മുകുന്ദനെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ചില നടന്മാരെയൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേറെ രസകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ എന്തോ ഒരു സംഘി അജണ്ടയുടെ പുറത്ത് വന്നതാണ്, ഇതിലെന്തെങ്കിലും സംഘപരിവാറിനെ പറ്റിയോ RSSനെ പറ്റിയോ ഒന്നും തന്നെ പറയുന്നില്ല, ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. അതുപോലും ഇവർക്ക് എന്താണ്, സംഘി അജണ്ടയാണ്. ശരി, അതിനുശേഷം തൊട്ടടുത്ത ദിവസം എന്താണ്, ജയ് ഗണേശ് വരുന്നു. ജയ് ഗണേശ് വരുന്നപ്പോൾ ഉണ്ണി മുകുന്ദൻ ഗണപതിയായി ഇതാ സിനിമ അഭിനയിക്കാൻ പോകുന്നു, ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇവരുടെ ഇതിൽ ഉണ്ണി മുകുന്ദൻ ഗണപതിയാണ്. അപ്പോൾ ഈ തരത്തിൽ, എന്നിട്ട് ആ സിനിമ ഇറങ്ങിയപ്പോഴോ ഒരക്ഷരം അതിനെതിരെ മിണ്ടുന്നില്ല. ഈ തരത്തിൽ ഇല്ലാ പ്രചാരണങ്ങൾ വരെ ജയസൂര്യക്കെതിരെ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്കെതിരെ ഇവർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആ സംഭവങ്ങളേ അല്ല ആ സിനിമകളിലൊന്നും വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തെ വിഷലിപ്തമാക്കുന്ന ചർച്ചകൾ നടത്തുന്ന ആളുകളാണ്. എനിക്കെന്താ ഇത് കാണാറുണ്ടോ, അല്ലെങ്കിൽ ഈ പരിപാടിയെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൽ അഭിപ്രായം പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ട്രോളുകൾ വരുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അതിൽ 1-2 ട്രോളുകളിലിരുന്ന മാധ്യമപ്രവർത്തക എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ആളാണ്. അപ്പോൾ ആൾക്ക് ഇരുന്ന് പോകുന്നതാണ്. പാർത്ഥൻ പറഞ്ഞതുപോലെ നമുക്ക് പല വാർത്തകളും എടുക്കാൻ താല്പര്യം കാണില്ല, പക്ഷേ നമ്മുടെ ഗതികേടുകൾ നമ്മളെ പലപ്പോഴും അത്തരത്തിൽ ചെയ്യിപ്പിക്കാറുണ്ട്. ഭാഗ്യവശാൽ പറയട്ടെ, മീഡിയ മലയാളത്തിൽ അത്തരം അനുഭവങ്ങൾ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള നിഷ്പക്ഷമായ വാർത്തകൾ എടുക്കാം, ആരെയും അധിക്ഷേപിക്കുക വ്യക്തിഗത നടത്തുന്ന വാർത്തകൾ എടുക്കാൻ നമ്മുടെ മാനേജ്മെന്റ് നമ്മളെ പിന്നെ എന്താ പറയുക നിർബന്ധിക്കാറില്ല. പക്ഷെ മറ്റു മാധ്യമങ്ങളിൽ ഞാൻ ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കറിയാം ആ ഔട്ട് ഓഫ് ഫോക്കസിലിരിക്കുന്ന എൻ്റെ സുഹൃത്ത് അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണെന്നുള്ളത്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പറയാൻ നമുക്ക് പറ്റില്ല. അതിലുള്ള ബാക്കിയുള്ളവരല്ല ഞാൻ പറയുന്നത്, അവർക്കൊക്കെ ഓരോ അജണ്ടകളുണ്ട്, അത് വെച്ചിട്ട് പെരുമാറുന്നവർ തന്നെയാണ്. ആരെയും പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇരിക്കുന്ന പലപ്പോഴും ചില സ്ത്രീ മാധ്യമ പ്രവർത്തകർ അവരുടെ ഇഷ്ടത്തിനല്ല ആ പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമ വന്നതിന് ശേഷം മാർക്കോ വലിയ ഹിറ്റായല്ലോ. സമാജം സ്റ്റാറിൽ നിന്നൊക്കെ ഉണ്ണി മുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊക്കെ എത്തുന്ന ഒരു സിനിമ. പലർക്കും വലിയ കണ്ണുകടിയും വിഷമവും ഒക്കെയാണ് ഉണ്ണി മുകുന്ദൻ്റെ അത്തരമൊരു നീക്കം. ഉണ്ണി മുകുന്ദൻ എപ്പോഴും ഈ സംഘപരിവാറുകളെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ മാത്രമേ ചെയ്യൂ. അതായത് സത്യം വിളിച്ചു പറയാൻ പാടില്ല, ഞാനൊരു ഭക്തനാണെന്നോ, ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണെന്നോ, ഞാൻ മോദിയെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നോ, ഞാൻ എൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ആശയങ്ങൾ അതുമായി യോജിച്ചു പോകുന്നതാണെന്നോ പറഞ്ഞാൽ പിന്നെ ഞാൻ കാറ്റഗറി ചെയ്യുന്ന ആളാണ്. പിന്നെ ഞാനൊരു ചില്ലുകൂടിനകത്താണ്. ഇവിടെ RSS എന്നോ BJP എന്നോ കേരളത്തിൽ പറയാൻ പാടില്ല. അല്ല, RSS എന്നോ BJP എന്ന് പറയുന്നതിനേക്കാൾ ഉണ്ണി മുകുന്ദൻ്റെ ഏത് സിനിമയിലാണ് RSSന്റെ രാഷ്ട്രീയവും BJP രാഷ്ട്രീയവും ചർച്ച ചെയ്തത്? RSS മേധാവി മോഹൻ ഭാഗവത് ഡെയിലി ഇവിടെ നിന്ന് നിർമ്മാതാക്കളിൽ നിന്ന് സംവിധായകന് സ്ക്രിപ്റ്റ് വാങ്ങും. എന്നിട്ട് അദ്ദേഹം എഴുതി നോക്കും ഇതിൽ RSSന് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സിനിമ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സിനിമ തള്ളിക്കളയാൻ എന്ന്. ഞാൻ അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഡെയിലി ഇവിടുത്തെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങിച്ചിടാ ഇത് RSSന് അനുകൂലം, അപ്പോൾ പിന്നെ ചെയ്തോ, ഇത് RSSന് അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിച്ചേറിക്കളയും. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് RSSന്റെ സിനിമയുടെ കാര്യങ്ങളിൽ ഇടപെടാമെന്നാണ് ഇവന്മാരുടെയൊക്കെ വിചാരം. ആദ്യം ഈ മണ്ടത്തരം പറയുന്നത് അവസാനിപ്പിച്ചാൽ തന്നെ ഇത് നേരെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. മേപ്പടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ സേവാഭാരതി എന്ന് പറയുന്ന ഒരു ആംബുലൻസ് വന്നു.
അതിൻ്റെ പേരിൽ ആ സിനിമയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച, അതിൻ്റെ പേരിൽ അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയവരാണ് RSS സിനിമകളിൽ ഇടപെടുന്നു. അപ്പം പിന്നെ മുസ്ലിം സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഈ ജമാഅത്തെ SDP എന്തിന് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് വരെ ഇടപെട്ട സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് സിനിമകൾ ഇറക്കുന്നത്. ഉണ്ണി മുകുന്ദൻ KL-10 എന്ന് പറയുന്ന ഒരു മുസ്ലിം കഥാപാത്രത്തിൻ്റെ ഒരു സിനിമ ചെയ്തില്ലേ, ഷെഫീഖിൻ്റെ സന്തോഷം ചെയ്തില്ലേ. അപ്പം ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ മോഹൻ ഭാഗത്ത് കണ്ട് പിന്നെ സ്ക്രിപ്റ്റ് വെട്ടിത്തിരുത്തി 2 ഇനി പിന്നെ ഹിന്ദുവായിട്ട് അഭിനയിച്ചില്ലേ, മേപ്പടിയാനും ജയ് ഗണേഷും ഒക്കെ, എന്നാൽ ഇനി 2 മുസ്ലിമായിട്ട് ചെയ്യട്ടെ, RSS പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ കേട്ടിട്ട് വീട്ടിലിരിക്കുന്ന പിള്ളേർ തന്നെ ചോദിക്കുന്നുണ്ട്, 16, 17, 18 വയസ്സാ, ഇവന്മാർക്കൊന്നും വേറെ ജോലിയില്ലെന്ന്. ഉണ്ണി മുകുന്ദൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വലയം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇസ്ലാമികമായിട്ടുള്ള ആളുകളാണ്, അതായത് മുസ്ലിം സുഹൃത്തുക്കളാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ഒരു മുസ്ലിം സുഹൃത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ അങ്ങനെ മതപരമായ ഒരാളെ കാണുന്ന ആളേ അല്ല. ഒന്ന്. രണ്ടാമത്തത്, ഉണ്ണി മുകുന്ദൻ ഈ പറയുന്ന മാളികപ്പുറത്തിലൂടെ എന്തോ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്നായിരുന്നു ഇവരുടെ കണ്ടുപിടുത്തം. മാളികപ്പുറത്തിൽ സത്യത്തിൽ എന്തെങ്കിലും RSS അജണ്ട ഒളിച്ചു കടത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. എന്താ വല്ല മയക്കുമരുന്നോ കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും ഒളിച്ചു കടത്താൻ സിനിമയിലൂടെ? അതല്ല. അതായത് ഈ മാളികപ്പുറം സിനിമ എന്താ ചർച്ച ചെയ്യുന്നത്? ഒരു കുട്ടി, ആ കുട്ടിക്ക് ശബരിമലയിൽ പോകണമെന്ന ദീർഘനാളത്തെ ആഗ്രഹം വരുന്നു. അപ്പോൾ അച്ഛൻ ഇല്ലാതാവുന്നു. അങ്ങനെ ആ കുട്ടിക്ക് പോകാൻ പറ്റാതെ വരുന്നു. അവർ പിന്നെ ആ ശബരിമലയ്ക്ക് പോകാനുള്ള ശ്രമത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് തുണയായെത്തുന്ന ഒരു പോലീസുകാരൻ്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് ഭക്തി കൂടെ ചേർത്തുകൊണ്ട് അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട് അവർ വളരെ ഭക്തി നിർഭരമായി ആ സിനിമയെ കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ്. അതിലപ്പുറം അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഏത് ദൈവത്തെ ആയാലും നമ്മൾ മനസ്സറിഞ്ഞ് മുറുകെ പിടിക്കുന്ന ആ ദൈവം നമ്മുടെ ഏത് ബുദ്ധിമുട്ട് ഘട്ടങ്ങളിലും ഏത് സങ്കടപ്പെടുത്തുന്ന ഘട്ടങ്ങളിലും നമുക്ക് തുണയായി ഉണ്ടാകും എന്ന സന്ദേശമാണ്. അയ്യപ്പന്റെ അടുത്ത് പോകുന്നത് ഹിന്ദുക്കൾ മാത്രമാണോ? ക്രിസ്ത്യാനികൾ മാത്രമാണോ? മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, എല്ലാ ജാതി മതത്തിലുള്ളവരും. തൊട്ടപ്പുറത്ത് ബാബർ പള്ളി പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? ഹിന്ദുക്കൾ പോകുന്നില്ലേ? തിരുവനന്തപുരത്ത് പിന്നെ ഭീമാപള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. മറ്റേതെങ്കിലും സ്ഥലത്ത് ഹിന്ദുക്കൾ പള്ളിയിൽ പോകുമോ എന്ന് എനിക്കറിയില്ല. ഭീമാപള്ളി എന്നുള്ള ഒരു പള്ളിയുണ്ട്. ഞാൻ തിരുവനന്തപുരംകാരി ആയതുകൊണ്ട് സ്ഥിരം എല്ലാ മാസവും ഞാൻ ഭീമാപള്ളി പോകാറുണ്ട്. പറ്റുമ്പോൾ പറ്റുന്ന സമയത്തൊക്കെ പോകാൻ ശ്രമിക്കുന്ന ഒരാളാ സ്ഥിരം. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് വരെ എല്ലാ മാസവും ഗുരുവായൂരും വെട്ടുകാട് മാതാവിനെയും ഭീമാപള്ളിയിലും എല്ലാ മാസത്തിലും പോകുന്ന ഒരാളായിരുന്നു ഞങ്ങള്. അച്ഛനും മക്കളും അമ്മയും എല്ലാം ആയിട്ട്. അച്ഛന്റെ മരണശേഷം കുറച്ചു നാൾ ആ യാത്രകളൊക്കെ ഒന്ന് മാറ്റി വെച്ചെങ്കിൽ പോലും പിന്നീട് ഞങ്ങളുടെ യാത്ര ആദ്യം ആരംഭിച്ചത് ഭീമാപള്ളി പള്ളിയിൽ നിന്നാണ്. അല്ല, ഇതാണ് ഇങ്ങനെ പോകുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്നാണ് ഹിന്ദു വിശ്വാസത്തെ കാണിക്കുന്ന ഒരു സിനിമ ചെയ്യാൻ പാടില്ല, അത് RSS അജണ്ടയാണ് എന്ന് പറയുന്നത്. നന്ദനം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയില്ലേ ഇവിടെ അവസാനം ഗുരുവായൂർ? അത് വളരെ കുറച്ചുകൂടി ഭക്തി നിർഭരമായിരുന്നു. ശ്രീകൃഷ്ണന്റെ കഥാപാത്രത്തെയൊക്കെ രഞ്ജിത്ത് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരുന്നു ആ സിനിമയ്ക്കകത്ത്. ആ ഒരു സിനിമയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ സിനിമയെ അങ്ങനെയാണെങ്കിൽ സംഘപരിവാർ അജണ്ട എന്ന് പറയേണ്ടി വരൂലേ? അതെ. പിന്നെ ഹരിശ്രീ അശോകന്റെ ഒരു സിനിമയുണ്ട്, ഗണപതിയെ കാണിക്കുന്ന ഒരു സിനിമ. ഹരിശ്രീ അശോകന്റെ കൂടെ ഗണപതി ഒരു കുട്ടിയായി വരുന്ന ഒരു സിനിമയുണ്ട്. വളരെ മനോഹരമായി, ചിരിക്കാനൊക്കെ ഒരുപാട്. കുസൃതി കുസൃതി എന്നാണ് ആ സിനിമയുടെ പേര്. അത് സംഘപരിവാർ അജണ്ടയുള്ള സിനിമയല്ലേ? പണ്ട് അതെ, ഹരിശ്രീ അശോകൻ അതിന്റെ സംവിധായകനും സംഗി. പണ്ട് ഇറങ്ങിയ ഈ ഗുരുവായൂർ കേശവൻ, നസീറിന്റെയും ജയന്റെയും ഒക്കെ ഒരുപാട് സിനിമകളിൽ, ലോകനാർ കാവിലമ്മയുടെയും അതുപോലെ ദേവി മഹാത്മ്യവും ഈ പറയുന്ന നമ്മുടെ കള്ളിയങ്കാട്ട് നീലി, ചോറ്റാനിക്കര അമ്മ, ഇതൊക്കെ പറയുന്ന സിനിമകൾ എല്ലാം സംഘിവൽക്കരണമാണ്. പുതിയ കാലത്ത് ഹിന്ദു വിശ്വാസത്തെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയെ കൊണ്ടുവരുമ്പോൾ അതെല്ലാം സംഘിവൽക്കരണമാണ്. മറുപുറത്ത് ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു സിനിമ കൊണ്ടുവരുമ്പോൾ അത് പുരോഗമനപരമാണ്. ഒരു തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട സിനിമകളാണ്. ഇതിനെന്തിനാണെന്ന് വളച്ചൊടിക്കുന്നത്? ഇപ്പം ഇസ്ലാമികപരമായ വിശ്വാസത്തിന്റെ സിനിമ ഇറങ്ങിയാലും ഹിന്ദു വിശ്വാസത്തിന്റെ സിനിമ ഇറങ്ങിയാലും, ഇനി അതല്ല ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ട്, അതായത് ബിജു മേനോനും പൃഥ്വിരാജും ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉള്ളൊരു സിനിമ. രണ്ടുപേരും എന്തായിരുന്നു അതിന്റെ പേര്? അതല്ല,
ഈ രണ്ട് രണ്ട് കള്ളന്മാർ അച്ഛന്മാരായി പോകുന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബേസിലുള്ള സിനിമ. നല്ല സിനിമ, ഞാനത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതെ, ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നല്ല സിനിമകളുണ്ട്. ആ സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ ആ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ കാണാനും മറ്റു കാര്യങ്ങൾ കാണാനും. പള്ളി പ്രാഞ്ചിയായിട്ടല്ലേ മമ്മൂട്ടി വന്നിരുന്ന ഈശോയോട് സംസാരിക്കുന്ന ഇതുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ ക്രിസ്ത്യൻ ലോകോത്തര ക്രിസ്ത്യൻ അജണ്ടയാണ് അതിലൂടെ നടപ്പിലാക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയ ഒരു നടിയുടെ ഒരു സിനിമയുണ്ടല്ലോ, സജീവോ എന്തോ ഒരു പേര് പറഞ്ഞിട്ട്, എന്താടാ സജി, അതിൽ കുഞ്ചാക്കോ ബോബൻ ഈ പറയുന്ന പുണ്യാളനായിട്ട് വരുന്ന സിനിമ. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വേറൊരു തരത്തിൽ തെറ്റിദ്ധരിക്കുന്നില്ല. അതിനെ ക്രിസ്ത്യൻ, ആഗോള ക്രിസ്ത്യൻ അജണ്ട എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയാറില്ല. നമ്മൾ അതിനെ കാണാനുള്ള ശ്രമമാണ്. പക്ഷേ ഹിന്ദു സിനിമ വരുന്ന സമയത്ത് മാത്രം ഇവരൊക്കെ ഇതിനെ സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഉണ്ണി മുകുന്ദൻ ഈ മാളികപ്പുറമൊക്കെ കഴിഞ്ഞു. മാളികപ്പുറം കഴിഞ്ഞപ്പോൾ സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കി. ആ സിനിമ വിജയിച്ചു. അതിന്റെ നിർമ്മാതാവ് ആരാണെന്ന് കൂടി നോക്കണേ. ഒരു ഏത് വിഭാഗക്കാരനായിരുന്നു അത് നിർമ്മിച്ചത് എന്നുള്ളത്. അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളല്ല. ഒന്ന്. രണ്ടാമത്തത് ജയ് ഗണേഷ് എന്ന പേര് കേൾക്കുമ്പോഴേക്ക് ഇവരിറങ്ങി ഗണപതി, ഉണ്ണി മുകുന്ദൻ ഗണപതി. ഇത് മാളികപ്പുറം ഇറങ്ങിയപ്പോൾ പലർക്കും സംശയമായിരുന്നു, ഉണ്ണി മുകുന്ദൻ സംഘപരിവാറാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ജയ് ഗണേശും കൂടി വരികയാണ്. അപ്പോൾ ഉറപ്പിക്കോ ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജയ് ഗണേശ് വന്ന് നോക്കുമ്പോൾ അങ്ങനെയല്ല. അതൊരു സയന്റിഫിക്കൽ ആയിട്ടുള്ള സിനിമയുടെ പുറത്ത് ഒരാൾക്ക് വരുന്ന ഒരു അതീന്ദ്രിയ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു മതപരമായ കാര്യമേ കൊടുത്തിട്ടില്ല. മതപരമായ ജയ് ഗണേശിൽ മതപരമായ എന്തെങ്കിലും കാര്യം കൊടുത്തിട്ടുണ്ടോ? അത് വേറൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. നമുക്ക് ഈ ഭാവിയിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പാസ്റ്റ് അതുപോലെ തന്നെ പുറകോട്ടൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള യന്ത്രങ്ങളിൽ കയറി പോകുന്ന മനുഷ്യരുടെ കഥയൊക്കെ ചർച്ച ചെയ്ത ലോകമാണ് ഹോളിവുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഏത് തരത്തിലുള്ള അജണ്ടകളാണ് സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഈ തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊരു കൃത്യമായ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്ന ആളുകൾ ഇവരുടെ കള്ളവശങ്ങളെ അല്ലെങ്കിൽ കള്ളത്തരത്തെ തുറന്നു കാട്ടാനുള്ള നല്ല ഒരു എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും നന്നായി അവർ പറഞ്ഞത്. ഇതുകൊണ്ടെങ്കിലും ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. ഇപ്പൊ മാർക്കോ ഇറങ്ങിയപ്പോൾ അതിന്റെ സംവിധായകൻ ആരാ? ഹനീഫ് അദേനിയാണ്. അതുകൊണ്ട് അക്ഷരമുണ്ടെന്നില്ല. ഹനീഫ് അദേനി സംഖ്യയാണെന്ന് പറഞ്ഞാൽ ഹനീഫ് അദേനി കൂനിച്ചു നിർത്തിയിരിക്കും. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒന്നും സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു തരത്തിലും നമ്മളെ നല്ല വഴിക്ക് നയിക്കില്ല. തീർച്ചയായിട്ടും.